ഹ്യൂമാനിറ്റീസ് കഫയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് പ്ലസ് ടുക്കാർക്ക് പൊളിറ്റിക്കൽ സയൻസ് എക്സാമാണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു മോഡൽ എക്സാം ടൈമിൽ തന്നെ. എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. സോ അത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല എസ് എ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. വെയിറ്റേജും ചെയ്തിട്ടുണ്ട് കേട്ടോ, ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് എക്സാം 2026 എന്ന് പറഞ്ഞിട്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ആ വീഡിയോസ് കണ്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ ചാപ്റ്ററിനകത്തുനിന്നും ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ മാർക്കിനനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ പഠിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള 1 വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ മറ്റേ വീഡിയോസിലൊന്നും അധികം 1 വേർഡ്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് PYQs വെച്ചിട്ട് 1 വേർഡ്സ് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലും പറയുന്നുണ്ട്. സോ എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ യങ് എക്കോണമിസ്റ്റ് ഹു അസോസിയേറ്റഡ് വിത്ത് സെക്കൻഡ് 5-year പ്ലാൻ. നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് 5-year പ്ലാൻ റിലേറ്റ് ചെയ്ത് വരുന്ന വ്യക്തി ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. ഞാൻ ആൻസർ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. PC മഹലനോബിസ് ആണ് സെക്കൻഡ് 5-year പ്ലാൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ദ റയോ സമിറ്റ് റെക്കമെൻഡ് ലിസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രാക്ടീസസ്. അതിനെന്താ പറയുക? ഓക്കെ, റയോ സമിറ്റ് കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് അതിനെന്താ നമ്മൾ പറയുന്നത്? യെസ്, അജണ്ട 21. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അജണ്ട 21 എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗ്ലോബലൈസേഷൻ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ ഫെനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ ഒരു മൾട്ടി ഡയമെൻഷനുള്ള ഒരു ഫെനോമിനൻ ആണ്. അതാണ് ആ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ നാലാമത്തെ ചോദ്യം, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് സീറ്റ്സ് വാസ് ഡാഷ്. ഓക്കെ, അതായത് ഫസ്റ്റ് ജനറൽ ഇലക്ഷനിൽ എന്താണ് സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഉത്തരം. ഓക്കെ, ഫസ്റ്റ് അതിൽ ഏറ്റവും മെജോറിറ്റി കിട്ടി വന്ന ഒന്നാമതെത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. രണ്ടാമതെത്തിയതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഉത്തരം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഉത്തരം വരുന്നത്. ഇനി MNFൻ്റെ ഫുൾ ഫോം എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മിസോ നാഷണൽ ഫ്രണ്ട് എന്നാണ് MNFനെ പറയുന്നത്. ഓക്കെ, എന്താണ്? മിസോ നാഷണൽ ഫ്രണ്ട്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനൗൺസ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ് ആണ് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, VP സിംഗ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നോക്കൂ, വിച്ച് അമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പാർട്ടീഷൻ ഈസ് ഇൻകറക്റ്റ്. പാർട്ടീഷൻ റിലേറ്റ് ചെയ്തിട്ട് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഓപ്ഷൻ ബി തെറ്റാണ്, ആൻഡ് ഓൾസോ ഓപ്ഷൻ ഡിയും തെറ്റാണ് കേട്ടോ. അവിടെ 2 മാർക്കിനാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർക്ക് കൂടി ശ്രദ്ധിച്ചുള്ള ആ രീതിക്ക് വേണം ആൻസർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പാർട്ടീഷൻ റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി അടുത്ത ജയ് ജവാൻ ജയ് കിസാൻ, അതുപോലെ തന്നെ ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് ഏതൊക്കെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നു? അതും 2 മാർക്കിൻ്റെതാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ആ ഒരു സ്ലോഗൻ കൊണ്ടുവന്നത്. അതുപോലെ ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സ്ലോഗനാണ്. അപ്പോൾ അത് രണ്ടും അവിടെ നമ്മൾ എഴുതണം, എങ്കിലേ അവിടെ 2 മാർക്ക് കിട്ടുള്ളൂ. 9ാമത്തെ ചോദ്യം, സം ഓഫ് ദ പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആർ ഗിവൻ ബിലോ. അതിൽ ആ ഒരു മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് തന്നിട്ടുള്ള ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ആരാണ് വരുന്നത്? മേധാ പട്കർ ആണ് വരിക അല്ലേ. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. ദളിത് പാന്തേഴ്സ് ആണെങ്കിൽ ഏതാണ് വരിക? നമീദിയോ ദാസൽ, അതാണ് വരുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണെങ്കിൽ മേധാ പട്കർ, ദളിത് പാന്തേഴ്സ് ആണെങ്കിൽ ആരാണ് വരിക? നമേദിയോ ദാസലാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം കൂടി നമുക്ക് നോക്കാം. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? PC മഹലനോബിസ് ആണ്. റിയോ ഉച്ചകോടി വികസന നയ പദ്ധതികളുടെ ഒരു പട്ടിക നിർദ്ദേശിച്ചു. ഇത് അറിയപ്പെടുന്നത് അജണ്ട 21 എന്ന പേരിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അജണ്ട 21 ആണ്. ഓക്കെ, അജണ്ട 21. ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ആഗോളവൽക്കരണം നിരവധി മാനങ്ങളുള്ള ഒരു പ്രതിഭാസമാണ്. അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 4ാമത്തെ ചോദ്യം, സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ 2ാമത്തെ കക്ഷി ആരാണെന്ന് ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഉത്തരമായിട്ട് വരുന്നത്. MNFൻ്റെ പൂർണ്ണരൂപം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ട് എന്നാണ് MNFൻ്റെ
അതിൻ്റെ പൂർണ്ണരൂപം മിസോ നാഷണൽ ഫ്രണ്ട്. ഓക്കെ, അടുത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്, VP സിംഗ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. 2 മാർക്കിനാണ്. 2 പ്രസ്താവന ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഓക്കെ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന സ്ലോഗൻ മുദ്രാവാക്യം കൊണ്ടുവന്നത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കൊണ്ടുവന്നത്. ആൻഡ് ഗരീബി ഹഠാവോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് ആ ഒരു സ്ലോഗൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ചില ജനകീയ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ നേതാക്കന്മാരെ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഏതാണ് വരിക? മേധാ പട്കറാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നർമ്മദ ബച്ചാവോ ആന്തോളനായിട്ട് ബന്ധപ്പെട്ടത് മേധാ പട്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ നടന്നത്. ഓക്കെ, ദളിത് പാന്തേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാംതിയോ ദസാലാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. നാംതിയോ ദസാൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ, ദളിത് പാന്തേഴ്സ് ആണെങ്കിൽ നാംതിയോ ദസാലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ആ ഒരു ഓർഡറിൽ പറഞ്ഞു തരാം കേട്ടോ. സോ ഇവിടെ ഫസ്റ്റ് വരുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നാമത് ആ ഫോർമേഷൻ ഓഫ് OEEC എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്, അത് തന്നെയാണ് ആദ്യം വരുന്നത്. ആൻഡ് രണ്ടാമത് വരുന്നത് ഫോർമേഷൻ ഓഫ് നാറ്റോ ആണ് വരുന്നത്. അടുത്ത് മൂന്നാമത് വരുന്നത് ഫോർമേഷൻ ഓഫ് ആസിയാൻ ആണ് വരുന്നത്. അടുത്ത് നാലാമത് ഏറ്റവും അവസാനം വരുന്നതാണ് ഫോർമേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ എഴുതേണ്ട ഓർഡർ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇനി 11ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. അതോടുകൂടി ഒരു 1 വേർഡ് സെക്ഷൻ അവസാനിക്കുകയാണ്. സോ നമുക്കത് നോക്കാം. സോ ഞാനിതിൻ്റെ ആൻസേഴ്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പല കളേഴ്സിലായിട്ട്. ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം, അത് 1991 നടന്നത്. ഫസ്റ്റ് ഗൾഫ് വാറാണ്. ഓക്കെ, അവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനി ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് പർപ്പിൾ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1998 വരിക. ക്രൂയിസ് മിസൈൽ സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് അൽ ഖയ്ദ ഇൻ സൂദാൻ ആൻഡ് അഫ്ഗാനിസ്ഥാനാണ് വരുന്നത്. ഓപ്പറേഷൻ എൻഡ്വയറിംഗ് ഫ്രീഡം ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2001 അഗെയിൻസ്റ്റ് ദോസ് ഹു സസ്പെക്റ്റഡ് ബിഹൈൻഡ് ആൻഡ് ബാർ 11 അറ്റാക്കാണ് വരിക. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2003 നടക്കുന്നത്. ആൻഡ് അതെന്താണ്? US ഇൻവേഷൻ ഓൺ ഇറാഖ്. ഓക്കെ, ഇറാഖിന് മേലുള്ള USൻ്റെ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇനിയും ചോദ്യങ്ങൾ ഈ മോഡലിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് തന്നെ നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി മലയാളം മീഡിയത്തിലുള്ളത് കൂടി ഈ ക്രൊണോളജി മാച്ച് ദ ഫോളോയിങ് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈ മാച്ച് ദ ഫോളോവിങ് ഒരു മിനിറ്റ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോവിങ് നോക്കാം. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1991 നടക്കുന്നത്. ആൻഡ് അത് 1ാം ഗൾഫ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഞാൻ റെഡിങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, 1998 സംഭവിക്കുന്നത്. എന്താണ്? സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖ്വയ്ദയ്ക്കെതിരായ ക്രൂയിസ് മിസൈൽ ആക്രമണമാണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പറേഷൻ എൻഡ്വയറിംഗ് ഫ്രീഡം ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2001 ഓപ്പറേഷൻ എൻഡ്വയറിംഗ് ഫ്രീഡം നടക്കുന്നത്. ആൻഡ് അതെന്താണ് സംഭവം? 9/11 ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് സംശയിക്കുന്നവർക്കെതിരായിരുന്നു ആ ഒരു ഓപ്പറേഷൻ എൻഡ്വയറിംഗ് ഫ്രീഡം നടന്നത്. അടുത്ത ഏറ്റവും ലാസ്റ്റ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? 2003 നടക്കുന്നത്. ആൻഡ് അത് അമേരിക്കയുടെ ഇറാഖ് അധിനിവേശമായിരുന്നു എന്നുള്ളതും എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശമായിരുന്നു. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡർ കൂടിയാണ് ഉള്ളത്. അതായത് കാലഗണന ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ ആദ്യം വരുന്നത് OEECയുടെ രൂപീകരണം, അത് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ആൻഡ് രണ്ടാമത് വരുന്നത് നാറ്റോയുടെ രൂപീകരണമാണ് വരുന്നത്. അടുത്ത മൂന്നാമത് ഏതാണ്? ആസിയാൻ്റെ രൂപീകരണം വരുന്നുണ്ട്. നാലാമത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ രൂപീകരണം. ഈ ഒരു രീതിക്കാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്, ഓർഡറിലാക്കി എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും 1 വേർഡുകളാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലത്ത് ചോദിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ സയൻസിന്. സോ ഇതിൽ നിന്നൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ PYQs നോക്കുമ്പോഴായാലും ഒത്തിരി തവണ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ 1 വേർഡ്സിന് കണക്കാക്കി ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോവുക. പിന്നെ പ്ലേലിസ്റ്റിൻ്റെ കാര്യം മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അഥവാ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഹോം പേജ് എടുക്കുക, അതിൽ പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിൽ പോവുക. അവിടെ ആദ്യമേ തന്നെ കിടക്കുന്നുണ്ട്
ചെയ്തിട്ടുണ്ട്. +2 പൊളിറ്റിക്കൽ സയൻസ് 2026 പബ്ലിക് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ്. അതിനകത്ത് ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ്, അത്യാവശ്യം ലെന്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ.